വിനോദസഞ്ചാര കേന്ദ്രമായ പാറയിലേക്ക് പോകുന്ന ശ്രീനാരായണപുരം കാർഷിക റോഡിലെ അവസ്ഥയാണിത്. കഴിഞ്ഞ കുറേ നാളുകളായി റോഡിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം അറവു മാലിന്യം തള്ളുന്നത് ഇവിടെ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. രാത്രി 2 മണിക്ക് ശേഷം വാഹനങ്ങളിലെത്തിയാണ് സ്ഥലത്ത് മാലിന്യം തള്ളുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ശ്വസിച്ച് വയ്യ തോടിലും ഈ മാലിന്യ വേസ്റ്റ് കൊണ്ട് തട്ടിയിരിക്കുന്നത്. അതിന്റെ ഇറച്ചി വേസ്റ്റ് കാക്ക എടുത്ത് കിണ്ടിക്കൊണ്ടിടുകയും കുട്ടികൾക്ക് വെളിയിറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. വേസ്റ്റിന് നാട്ടങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഒരു ആകെ കൊണ്ട് വഴി പോലും റോട്ടിൽ പോലും കയറാനോ മുറ്റത്തിറങ്ങാനോ പറ്റുന്നില്ല. 10 ദിവസം കൊണ്ട് ശാമ്പ്രാണി തിരിയും കത്തിച്ചാണ് വീടിന്റെ അകത്താണ്. ജനലും വാതിലും ഒന്നും തുറക്കാറില്ല. മാലിന്യം കെട്ടിക്കിടക്കുന്നിടത്ത് തെരുവ് നായ്ക്കളുടെയും കാട്ടുപന്നികളുടെയും ശല്യവും രൂക്ഷമായി മാറിയിരിക്കുകയാണ്. പന്നിയെ വെട്ടിയതും പിന്നെ പോത്തും ആടും എല്ലാം വെട്ടിയതെല്ലാം കൂടെ കൊണ്ട് ഒരു ലോഡ് സാധനം വരും. ഞാൻ അപ്പുറത്ത് വെട്ടണേ, എനിക്ക് ഒരാഴ്ച കൊണ്ട് വെട്ടാൻ പാകില്ല. കാര്യം റബ്ബറിന്റെ മൂട്ടിലാണ് ഇതെല്ലാം കൂടെ വാരി കൊണ്ട് തള്ളിയിരിക്കുന്നത്. ഒരുപാട് പട്ടികൾ, ഈ പട്ടിയാണ് ഇതെല്ലാം വലിച്ചെടുത്താണ് അങ്ങോട്ട് പോകണം. പിന്നെ ഇവിടുത്തെ കാട്ടുപന്നി, പന്നി എന്ന് പറഞ്ഞാൽ പന്നീനെ ഭയങ്കര ശല്യമാണ്. പ്രശ്നം നിരന്തരമായി പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുത്തില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എന്നാൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം കുഴിച്ചുമൂടാൻ നടപടി സ്വീകരിച്ചതായും പഞ്ചായത്തിന്റെ പരിധിക്ക് പുറത്തുള്ള മാലിന്യമാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് എന്നുമാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. പ്രദേശത്ത് ഉടനടി തന്നെ CCTVകളും തെരുവ് വിളക്കുകളും സ്ഥാപിക്കണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.